കുട്ടികളെ, നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം കേരള സ്റ്റേറ്റ് സിലബസിലെ 7ാം ക്ലാസ്സിലെ ദ വുഡൻ കപ്പാണ്. ഈ പാഠം തയ്യാറാക്കിയത് ഇതെഴുതിയത് ഡൊമേനിക്കോ വിറ്റോറിനിയാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഓതറാണ്. ഹി വാസ് ബോൺ ഇൻ 1892. 1892 അദ്ദേഹം ജനിച്ചത്. ഹി വാസ് എൻ ഓതർ ആൻഡ് എ പ്രൊഫസർ. അദ്ദേഹം ഒരു ബുക്ക് എഴുതുന്നയാളും ഇറ്റാലിയൻ ഓതറാണ്. മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊഫസറും കൂടിയാണ്. ഹി വാസ് ബോൺ ഇൻ ഇറ്റലി. അദ്ദേഹം ഇറ്റലിയിൽ ജനിച്ചു. ആൻഡ് ലേറ്റർ വെൻ ടു USA. പിന്നീട് അമേരിക്കയിലേക്ക് പോയി. ആൻഡ് ടോട്ട് അറ്റ് ദി ടെമ്പിൾ യൂണിവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ. അദ്ദേഹം പിന്നീട് ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലും അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഹിസ് മോസ്റ്റ് ഫേമസ് ബുക്ക് ഈസ് ദ ത്രെഡ് ഓഫ് ലൈഫ്. ദ ത്രെഡ് ഓഫ് ലൈഫാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക്. നമുക്ക് ആ പാഠത്തിൻ്റെ മുകളിൽ വശത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. വി ഓൾ ലവ് അവർ പേരൻസ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേരൻസിനെ വലിയ ഇഷ്ടമാണ്. വി ഓൾ ലവ് അവർ പേരൻസ്. നമ്മുടെ പേരൻസിനെ നമുക്ക് വലിയ ഇഷ്ടമാണ്. അച്ഛനമ്മമാരെ നമുക്ക് വലിയ ഇഷ്ടമാണ്. ഡോണ്ട് യു ഓൾസോ ലവ് യുവർ ഗ്രാൻഡ് പേരൻസ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ ഇഷ്ടമല്ലേ? വലിയച്ഛനുണ്ട്, വല്യമ്മമാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? വാട്ട് ഡു ദേ ഡൂ ഫോർ യു? അവരെന്താ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? വാട്ട് ഡു യു ഡു ഫോർ ദം? നിങ്ങൾ അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കുക? നമുക്ക് നോക്കാം. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ദ വുഡൻ കപ്പ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ ഫാർ ഓഫ് ഇറ്റലി. ഒരു കാലത്ത് ഇറ്റലിയിൽ, ഫാർ ഓഫ് ഇറ്റലി, ദൂരെ ഇറ്റലിയിൽ, ദർ വാസ് എ ലിറ്റിൽ ബോയ് ഹൂസ് നെയിം വാസ് റോബർട്ടീനോ. അവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു റോബർട്ടീനോ എന്ന്. ഹി ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. അവൻ്റെ വലിയച്ഛനെ വളരെ ഇഷ്ടമായിരുന്നു. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ വേർ ഗുഡ് ഫ്രണ്ട്സ്. ഈ കൊച്ചുകുട്ടിയും അവൻ്റെ വലിയച്ഛനും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ദേ വർ ഗുഡ് ഫ്രണ്ട്സ്. ദേ വർ ലൈക്ക് ഫ്രണ്ട്സ്. അവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ദ സ്പെൻഡ് മച്ച് ടൈം ടുഗദർ. അവർ എപ്പോഴും ഒരുപാട് സമയം ഒരുമിച്ച് കഴിഞ്ഞു കൂട്ടി. റോബർട്ടിനോ ലൗഡ് ടു സിറ്റ് ഓൺ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് നീസ്. റോബർട്ടിനോ ഗ്രാൻഡ് ഫാദറിൻ്റെ മുട്ടിൽ കയറിയിരിക്കും. ആൻഡ് ലിസൺ ടു ദ സ്റ്റോറീസ് ഹി ടോൾഡ് ഹിം. മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളൊക്കെ കേൾക്കും. ഗ്രാൻഡ് ഫാദർ വാസ് എ വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. ഗ്രാൻഡ് ഫാദർ ഒരു നല്ല സ്റ്റോറി ടെല്ലറാണ്, നല്ല കഥ പറയുന്ന ആളാണ്. ആൻഡ് ദ സ്റ്റോറീസ് ഹീ ടോൾഡ്. അദ്ദേഹം പറയുന്ന കഥകളോ ഫെയറി ടെയിൽസ് ആൻഡ് എക്സൈറ്റിംഗ് ഹണ്ടിങ് സ്റ്റോറീസ്. അദ്ദേഹം പറയുന്ന കഥകൾ ഫെയറി ടെയിൽസ് ആയിരിക്കാം, യക്ഷിക്കഥകൾ പോലുള്ള കഥകളൊക്കെയാണ് പറയുന്നത്. ആൻഡ് എക്സൈറ്റിംഗ് ഹണ്ടിങ് സ്റ്റോറീസ്, പിന്നെ വേട്ടയ്ക്കൊക്കെ പോകുമ്പോഴുള്ള കാര്യങ്ങളും വേട്ടയാടലിൻ്റെ കഥകളും ഒക്കെയാണ് പറയുക. ലൈക്ക് ദ വൺ ഇൻ വിച്ച് ദ ഗ്രാൻഡ് ഫാദർ ഹിംസെൽഫ് ഹാഡ് വൺസ് കോട്ട് ആൻ ഈഗിൾ. അതിലൊരു കഥയിൽ ഗ്രാൻഡ് ഫാദർ ഹിംസെൽഫ് കോട്ട് ആൻ ഈഗിൾ. വലിയച്ഛൻ തന്നെ ഒരു ഈഗിളിനെ പിടിക്കുന്ന കഥയൊക്കെ പറയാറുണ്ട്. ദർ വാസ് എ സ്ട്രോങ് ബോണ്ട് ഓഫ് ലവ് ബിറ്റ്വീൻ ദ ടു. എ സ്ട്രോങ് ബോണ്ട് ഓഫ് ലവ് ഉണ്ട്. വളരെ ശക്തമായൊരു ബോണ്ട് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഒരു ദൃഢമായ ബന്ധം ഇവർക്ക് തമ്മിലുണ്ട്. ബിറ്റ്വീൻ ദ ടു, ഇവർ തമ്മിൽ. ഗ്രാൻഡ് ഫാദർ ഹാഡ് കം ടു ലീവ് വിത്ത് റോബർട്ടീനോസ് പേരൻസ് വെൻ ഗ്രാൻഡ് മദർ ഡൈറ്റ്. ഗ്രാൻഡ് ഫാദർ എപ്പോഴാണ് അവിടെ വന്നത്? ഹാഡ് കം ടു ലീവ് വിത്ത് റോബർട്ടീനോസ് പേരൻസ്. റോബർട്ടീനോയുടെ പേരൻസിനോട് ഒത്ത് ജീവിക്കാൻ വന്നത് വെൻ ഗ്രാൻഡ് മദർ ഡൈറ്റ്. വല്യമ്മ മരിച്ച ശേഷമാണ്. 3 years ബിഫോർ, ഒരു 3 വർഷം മുമ്പാണ് വന്നത്. റോബർട്ടീനോസ് മദർ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോൺലിനെസ് ഓഫ് ദി ഓൾഡ് മാൻ. റോബർട്ടീനോയുടെ അമ്മയ്ക്ക് ഷീ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോൺലിനെസ് ഓഫ് ദി ഓൾഡ് മാൻ. ഈ ഓൾഡ് മാൻ്റെ ഈ ഒറ്റപ്പെടലിനെ സംബന്ധിച്ച് റോബർട്ടീനോയുടെ അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. സംടൈംസ് ഷീ വാസ് വെരി ഇംപേഷ്യൻ്റ് വിത്ത് ഹിം. ചിലപ്പോഴൊക്കെ അവൾ വളരെ അക്ഷമ കാണിച്ചു ഇദ്ദേഹത്തോട്. സംടൈംസ് ഷീ വാസ് വെരി ഇംപേഷ്യൻ്റ് വിത്ത് ഹിം. പ്രായമുള്ള ഇദ്ദേഹത്തിന് അത് വളരെ അക്ഷമയാണ് അവർ ഈ പ്രായമുള്ള ഈ മുത്തച്ഛനോട് കാണിച്ചത്, അച്ഛനോട് കാണിച്ചത്. എസ്പെഷ്യലി ഇൻ ദോസ് ഡേയ്സ് വെൻ ഹിസ് ഹാൻഡ്സ് ഷൂക്ക്. പ്രത്യേകിച്ചും ഓൺ ദോസ് ഡേയ്സ്, ആ ദിവസങ്ങളിൽ, ഏത് ദിവസം? വെൻ ഹിസ് ഹാൻഡ്സ് ഷൂക്ക്,
കൈകൾ വിറയ്ക്കുന്ന സമയമുണ്ടല്ലോ. ആൻഡ് മീൻ ഹി വുഡ് ഡ്രോപ്പ് വാട്ട് ഹി വാസ് ഹോൾഡിങ്. കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനം വിറവിൽ കാരണം കയ്യിൽ നിന്ന് താഴേക്ക് പോകുന്ന ദിവസം അപ്പോൾ കൂടുതൽ ഇംപേഷ്യൻ്റ് ആവും. എസ്പെഷ്യലി ഇൻ ദോസ് ഡേയ്സ് വെൻ ഹിസ് ഹാൻഡ്സ് ഷൂക്ക് ആൻഡ് ഹി വുഡ് ഡ്രോപ്പ് വാട്ട് ഹി വാസ് ഹോൾഡിങ്. കൈ വിറച്ചിട്ട് കയ്യിൽ നിന്ന് വസ്തുക്കളൊക്കെ താഴെ പോകുമ്പോൾ അവൾ കൂടുതൽ ഇംപേഷ്യൻ്റ് ആവും. അവരുടെ അമ്മ കൂടുതൽ ഇംപേഷ്യൻ്റ് ആവും. ഇംപേഷ്യൻ മീൻ ക്ഷമയില്ലാത്തവൾ. വൺ നൈറ്റ്, ഒരു രാത്രിയിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഗ്രാൻഡ് ഫാദർ ലിഫ്റ്റഡ് ഹിസ് കപ്പ് ടു ഡ്രിങ്ക് ഹിസ് കോഫി. കോഫി കുടിക്കാനായിട്ട് അദ്ദേഹം കൈകളിൽ കപ്പ് ഉയർത്തി. ഹിസ് പുവർ ഓൾഡ് ഹാൻഡ്സ് ഷൂക്ക്. അദ്ദേഹത്തിൻ്റെ പാവം പ്രായം ചെന്ന കൈകളങ്ങ് വിറച്ചു. ഹിസ് പുവർ ഓൾഡ് ഹാൻഡ്സ് ഷൂക്ക് സോ മച്ച്, വളരെയധികം വിറച്ചു. ദാറ്റ് ദ കോഫി സ്പിൽഡ് ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്സ്. അപ്പോൾ എന്ത് ചെയ്തു? കോഫി അങ്ങ് പാത്രത്തിൽ നിന്ന് സ്പില്ല് ചെയ്തു പോയി, പുറത്തേക്ക് തൂകിപ്പോയി. ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത്സ്, നല്ല വെളുത്ത ടേബിൾ ക്ലോത്തിലോട്ടാണ് വീണത്. ദ കപ്പ് ഫോളിങ് ഫ്രം ഹിസ് ഹാൻഡ്സ്. കപ്പാണെങ്കിലോ കയ്യിൽ നിന്ന് വീണുപോയി. ബ്രോക്ക് ഇൻ ടു മെനി പീസസ്. അത് പല പീസസ് ആയിട്ട് ചിതറിപ്പോയി. റോബർട്ടീനോസ് മദർ സ്പോക്ക് ആംഗ്രിലി ടു ദ ഓൾഡ് മാൻ. റോബർട്ടീനോയുടെ അമ്മ എന്ത് ചെയ്തു? ഷീ സ്പോക്ക് ആംഗ്രിലി ടു ദ ഓൾഡ് മാൻ. ഈ പ്രായം ചെന്ന ഇദ്ദേഹത്തോട് വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു. ഗ്രാൻഡ് ഫാദർ നെവർ സെഡ് എ വേർഡ് ഇൻ റിപ്ലൈ. ഗ്രാൻഡ് ഫാദർ ഒരു വാക്ക് പോലും മറുപടിയും പറഞ്ഞില്ല. ബട്ട് ഓൺലി ലുക്ഡ് അറ്റ് ഹെയർ വിത്ത് സാഡ്നസ്. ദുഃഖത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ബട്ട് ഓൺലി ലുക്ഡ് അറ്റ് ഹെയർ വിത്ത് സാഡ്നസ് ഇൻ ഹിസ് ഐസ്. കണ്ണുകളിൽ ദുഃഖത്തോടെ അദ്ദേഹം അവരെ നോക്കി നിന്നു. റോബർട്ടീന വാസ് ഓൾസോ വെരി അൺഹാപ്പി. റോബർട്ടീനയ്ക്കും ഭയങ്കര സങ്കടമായി. ഹി വാസ് ഓൾസോ വെരി അൺഹാപ്പി. പുവർ ഡിയർ ഗ്രാൻഡ് ഫാദർ. തൻ്റെ വലിയച്ഛൻ പാവം. അതോടൊപ്പം റോബർട്ടീനയ്ക്കും ദുഃഖമായി. ആഫ്റ്റർ ദാറ്റ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ടു ഈറ്റ് ഓൾ എലോൺ അറ്റ് എ സ്മോൾ ടേബിൾ ഇൻ ദ കിച്ചൺ. അന്ന് മുതൽ അതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ടു ഈറ്റ് ഓൾ എലോൺ അറ്റ് ദ ലിറ്റിൽ ടേബിൾ ഇൻ ദ കിച്ചൺ. ഗ്രാൻഡ് ഫാദറിന് പിന്നെ കഴിക്കേണ്ട വന്ന് എവിടെ വെച്ചാണ്? അടുക്കളയിൽ ഒരു ചെറിയ മേശപ്പുറത്ത് വെച്ച്. ഹി ഹാഡ് ടു ഈറ്റ് ഓൾ എലോൺ. ഒറ്റയ്ക്ക് പോയിട്ട് കഴിക്കണം, ആരും കൂടെ ഇല്ല. ഹി ഹാഡ് ടു ഈറ്റ് ഓൾ എലോൺ അറ്റ് എ ലിറ്റിൽ ടേബിൾ ഇൻ ദ കിച്ചൺ. അടുക്കളയിൽ ഒരു ചെറിയ ടേബിളുണ്ട്, അതിൻ്റെ അവിടെ പോയിരുന്നു വേണം കഴിക്കാനായിട്ട്. ദർ വാസ് സാഡ്നെസ് ഇൻ ഹിസ് ഐസ് വെൻ ഹി ഹേർഡ് അബൌട്ട് ഹിസ് ന്യൂ അറേഞ്ച്മെൻറ്റ്. ഇപ്പോഴത്തെ ആ പുതിയ അറേഞ്ച്മെൻറ്റിനെ പറ്റി പറഞ്ഞ് അദ്ദേഹം അത് കേട്ടപ്പോൾ ദർ വാസ് സാഡ്നെസ് ഇൻ ഹിസ് ഐസ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളില്ല, ദുഃഖം നിഴലിച്ചിരുന്നു. ദർ വാസ് സാഡ്നെസ് ഇൻ ഹിസ് ഐസ് വെൻ ഹി ഹേർഡ് അബൌട്ട് ദിസ് ന്യൂ അറേഞ്ച്മെൻറ്റ്. ഈ പുതിയ അറേഞ്ച്മെൻറ്റിനെ പറ്റി കേട്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ദുഃഖം നിഴലിച്ചു. ദർ വാസ് സാഡ്നെസ് ഇൻ ദ ജെൻറ്റിൽ സ്മൈൽ. അദ്ദേഹത്തിൻ്റെ മൃദുവായ ആ പുഞ്ചിരിയിൽ പോലും ദുഃഖമുണ്ടായി. ദർ വാസ് സാഡ്നെസ് ഇൻ ദ ജെൻറ്റിൽ സ്മൈൽ ഹി ഗേവ് ഹിസ് ഗ്രാൻഡ് ചൈൽഡ്. തൻ്റെ കൊച്ചുമകൻ കൊടുക്കുന്ന പുഞ്ചിരിയിൽ പോലും ദുഃഖത്തിൻ്റെ ഛായയുണ്ടായി. ആസ് സൂൺ ആസ് റോബർട്ടീനോ ഫിനിഷ്ഡ് ഹിസ് ഡിന്നർ. റോബർട്ടീനോ തൻ്റെ ഡിന്നർ കഴിഞ്ഞ ഉടനെ ഹി വുഡ് റൺ ഇൻ ടു ദ കിച്ചൺ ടു ബി വിത്ത് ദ ഓൾഡ് മാൻ. അവൻ ഓടിപ്പോവും. ഹി വുഡ് റൺ ഇൻ ടു ദ കിച്ചൺ. അടുക്കളയിലേക്ക് ഓടിപ്പോവും. എന്തിനാ? ടു ബി വിത്ത് ദ ഓൾഡ് മാൻ. ഈ മനുഷ്യൻ ഈ വല്യച്ഛൻ്റെ അടുക്ക ചെല്ലാനായിട്ട്, ഈ പ്രായമുള്ള ഇദ്ദേഹത്തിൻ്റെ അടുക്ക ചെല്ലാനായിട്ട്. ഹി ലവ്ഡ് സോ മച്ച്. അദ്ദേഹത്തെ വല്യച്ഛനെ വളരെ സ്നേഹിച്ചിരുന്നു. ആൻഡ് ദ കിച്ചൺ ബിക്കെയിം എ ബ്യൂട്ടിഫുൾ ലാൻഡ് വേർ ദർ വാസ് നോ പെയിൻ ആൻഡ് നോ സാഡ്നെസ്. അടുക്കള ബിക്കെയിം എ ബ്യൂട്ടിഫുൾ ലാൻഡ്. അത് നല്ല സ്ഥലമായി മാറി അവർക്ക്. ദർ വാസ് നോ പെയിൻ ആൻഡ് നോ സാഡ്നെസ്. അവിടെ ദുഃഖവുമില്ല വേദനയുമില്ലാത്ത സ്ഥലമായിട്ട് മാറി. അച്ഛനും മോനും വലിയച്ഛനുമായിട്ട് ചേരുന്ന ഈ അടുക്കളയിൽ. ദർ ദ ഓൾഡ് മാൻ ആൻഡ് ദ ചൈൽഡ് വുഡ് മൂവ് അബൌട്ട് ഹാപ്പിലി. അവിടെ അവർ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ അങ്ങ് മൂവ് അബൌട്ട് ചെയ്തു. അവിടെയാണ് അവരൊക്കെ തങ്ങിയത്. ഹാൻഡ് ഇൻ ഹാൻഡ്, കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അതാ മൂവ് അബൌട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ദർ ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ലിറ്റിൽ ചൈൽഡ് കുഡ് മൂവ് അബൌട്ട് ഹാപ്പിലി ഹാൻഡ് ഇൻ ഹാൻഡ്. അവർ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. ടൈം വെൻറ്റ് ഓൺ. പിന്നെ സമയം കടന്നുപോയി. ഗ്രാൻഡ് ഫാദർ ഗ്രൂ ഓൾഡർ ആൻഡ് വീക്കർ. അദ്ദേഹം കൂടുതൽ പ്രായാധിക്യത്തിലേക്ക് മാറി,
കൂടുതൽ ക്ഷീണിതനുമായി, വീക്കായി. ഹിസ് ഹാൻഡ്സ് ഷുക്ക് മോർ ആൻഡ് മോർ. പണ്ടത്തെ പോലെയല്ലേ, ഇപ്പോൾ കൈകൾ നല്ലപോലെ വിറയ്ക്കും. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രിയിൽ, ആസ് ഹി സാറ്റ് അലോൺ ഇൻ ദ കിച്ചൺ, അദ്ദേഹം ഒറ്റയ്ക്ക് കിച്ചണിൽ ഇരിക്കുമ്പോൾ ഹിസ് ഹാൻഡ്സ് ഷൂ, കൈവിറച്ചു. ആൻഡ് ഹി ഡ്രോപ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു കപ്പ് സൂപ്പ് ഉണ്ടായിരുന്നു, താഴെ പോയി. ഹി ഡ്രോപ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്, ആ കപ്പ് സൂപ്പുമായിട്ട് താഴെ പോയി. ദ കപ്പ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്, കപ്പ് പല പീസസ് ആയിട്ട് ചിതറിപ്പോയി. ഇറ്റ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്, പല പീസസ് ആയിട്ട് പൊട്ടിപ്പോയി. റോബർട്ടീനോസ് പേരൻസ് റഷ് ടു ദ കിച്ചൺ, റോബർട്ടീനോയുടെ പേരൻസ് റഷ് ടു ദ കിച്ചൺ, അടുക്കളയിൽ ഓടിച്ചെന്നു. ആൻഡ് സോ ദ സ്പ്ലിറ്റ് സൂപ്പ് ഓൺ ദ ക്ലീൻ ഫ്ലോർ, വൃത്തിയായ ഫ്ലോറിൽ, ക്ലീൻ ഫ്ലോറിൽ സൂപ്പൊക്കെ ചിതറി വീണിരിക്കുന്ന കണ്ടു. റോബർട്ടീനോ വാസ് അപ്സെറ്റ്, റോബർട്ടീനോ ആകെ അപ്സെറ്റായി. ഹിസ് മദർ സ്പോക്ക് മോർ ആംഗ്രിലി ദാൻ ഷി ഹാഡ് എവർ ഡൺ ബിഫോർ, അവൻ്റെ അമ്മ, റോബർട്ടീനോയുടെ അമ്മ, ഹിസ് മദർ സ്പോക്ക് മോർ ആംഗ്രിലി, വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു. ആൻഡ് ഷി ഹാഡ് എവർ ഡൺ ബിഫോർ, നേരത്തെ പറഞ്ഞതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് ചൂടായി, ദേഷ്യത്തോടെ പറഞ്ഞു. ദ ഒൺലി തിങ് ടു ഡു, ഷീ സെഡ്, ഇനി ഒരു കാര്യം ചെയ്യാനുള്ളൂ, അവൾ പറഞ്ഞു. വാസ് ടു ഗീവ് ദ ഓൾഡ് മാൻ എ വുഡൻ കപ്പ്, ഇനി ഇദ്ദേഹത്തിനൊരു വുഡൻ കപ്പ് കൊടുത്താൽ, തടി കൊണ്ടുള്ളൊരു കപ്പ് കൊടുത്താൽ മതി, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഷീ സെഡ് വാസ് ടു ഗീവ് ദ ഓൾഡ് മാൻ എ വുഡൻ കപ്പ്, അദ്ദേഹത്തിനൊരു വുഡൻ കപ്പ് കൊടുത്താൽ മതി, അപ്പോൾ പൊട്ടുമില്ല, താഴെ പോയാലും തടി കൊണ്ടൊരു കപ്പ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. Robertino was upset. His mother spoke more angrily than she had ever done before. The only thing to do, she said, was to give the old man a wooden cup. She did not want her dishes broken just because he had become so careless. അവൾക്കെന്തായിരുന്നു? ഷീ ഡിഡ് നോട്ട് വോണ്ട് ഹർ ഡിഷസ് ബ്രോക്കൺ, തൻ്റെ പാത്രങ്ങളൊന്നും പൊട്ടാതിരിക്കണം, അതാ പ്രധാന കാര്യം. ജസ്റ്റ് ബിക്കോസ് ഹി ഹാഡ് ബിക്കം സോ കെയർലെസ്, വലിയ പ്രായം ചെന്ന ഇദ്ദേഹത്തിൻ്റെ കെയർലെസ്നെസ് കൊണ്ട് പാത്രങ്ങളൊന്നും പൊട്ടിപ്പോകരുത്, അതിനുവേണ്ടിയിട്ടാണ്, അതാണ് അവരുടെ ആവശ്യം. സഡൻലി, പെട്ടെന്ന്, ദ ചൈൽഡ് വെൻറ്റ് ഓവർ ടു ദി ഫയർ പ്ലേസ്, കുട്ടി വേഗം ഫയർ പ്ലേസിലേക്ക് ഓടിച്ചെന്നു. നെരിപ്പോട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലം ഫയർ പ്ലേസ്. വേർ ഇസ് മദർ ഹാഡ് സബ് ദ പീസസ് ഓഫ് ദ കപ്പ്, അവിടെയാണ് കപ്പിൻ്റെ പീസൊക്കെ തൂത്തു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. വേർ ഇസ് മദർ ഹാഡ് സബ് ദ പീസസ് ഓഫ് കപ്പ്, പൊട്ടിപ്പോയ കപ്പിൻ്റെ പീസസ് അവിടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഷി പിക്ക് ദ പീസസ് കെയർഫുള്ളി, ഓരോ പീസസും കെയർഫുള്ളായിട്ട് എടുത്തു. ആൻഡ് ബിഗാൻ ടു പുട്ട് ദം ടുഗദർ, അവ ഒന്നിച്ച് ചേർത്ത് വെച്ചു. 2, 3, 4, 5, 6 പീസായി ചേർത്ത് വെച്ചു. സൂൺ ദ കപ്പ് സീം ടു ബി ഹോൾ, നോക്കിയപ്പോൾ ഇപ്പോൾ കപ്പെല്ലാം കംപ്ലീറ്റ് എല്ലാം പൊട്ടലെല്ലാം ചേർത്ത് കഴിച്ചപ്പോൾ ഒരു കപ്പ് പോലെയുണ്ട്, പൊട്ടലില്ലാത്ത കപ്പ് പോലെ ചേർന്നിരിക്കുന്നു. ദെൻ ഹീ ടുക്ക് എ സ്മോൾ പീസ് ഓഫ് വുഡ്, ആകുമ്പോൾ ഒരു കഷ്ണം തടി എടുത്തുകൊണ്ട് വന്നു. ഫ്രം ദ ഫയർ പ്ലേസിൽ നിന്ന് ഒരു തടി കഷ്ണം എടുത്തുകൊണ്ട് വന്നു. ആൻഡ് ബിഗാൻ ടു ചിപ്പ് ഇറ്റ്, അത് കൊത്തി ചീകാൻ തുടങ്ങി. ഹി ബിഗാൻ ടു ചിപ്പ് ഇറ്റ്. ഹി കെപ്റ്റ് ഹിസ് ഐസ് ഓൺ ദി എർത്തൻ കപ്പിലേക്ക് നോക്കി. ആസ് ദോ ഇറ്റ് വേർ എ മോഡൽ, ആ എർത്തൻ കപ്പിലേക്ക് നോക്കി, അതൊരു മോഡലാക്കി കഴുതിക്കൊണ്ട്, പൊട്ടിപ്പോയ കപ്പ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നില്ല, അതിലേക്ക് നോക്കിയെന്നുണ്ട്, അതൊരു മോഡലാക്കി നോക്കിക്കൊണ്ട് തടിയുടെ കപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. വാട്ട് ആർ യു മേക്കിംഗ് റോബർട്ടിനോ ആസ്ക്ഡ് ഹിസ് മദർ ഫോൺലി, അമ്മ ഫോൺലി ആയിട്ട് ചോദിച്ചു, വളരെ രസകരമായ രീതിയിൽ ചോദിച്ചു. എടാ മോനെ, വാട്ട് ആർ യു മേക്കിംഗ്, നീ എന്താ ഉണ്ടാക്കുന്നത്? വാട്ട് ആർ യു മേക്കിംഗ് റോബർട്ടിനോ ആസ്ക്ഡ് ഹിസ് മദർ ഫോൺലി, അമ്മ ചോദിച്ചു, വളരെ ഫോണ്ടായിട്ട് ചോദിച്ചു, നീ എന്താ ഉണ്ടാക്കുക? ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ യു ടു ഹാവ് വെൻ യു ഗ്രോ ഓൾഡ്, ഞാൻ ഒരു വുഡൻ കപ്പ് ഉണ്ടാക്കുകയാണ്, എപ്പോഴത്തേക്കെന്നറിയില്ലേ, വെൻ യു ഗ്രോ ഓൾഡ്, നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ തരാനായിട്ടാണ്. ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ യു ടു ഹാവ് വെൻ യു ഗ്രോ ഓൾഡ്, നിങ്ങൾക്ക് പ്രായം ചെല്ലുമ്പോൾ, അമ്മയ്ക്കും അച്ഛനും ഒക്കെ പ്രായം ചെയ്ത് കഴിയുമ്പോഴേ തരാനൊരു വുഡൻ കപ്പ് ഉണ്ടാക്കിയാണ്. ആൻസർഡ് റോബർട്ടിനോ മറുപടി പറഞ്ഞു. റോബർട്ടിനോസ് മദർ ആൻഡ് ഫാദർ വർ ടു അഷെയിംഡ് ടു ലുക്ക് ഇൻ ടു റോബർട്ടിനോസ് ഐസ്, അവർക്ക് നാണക്കേടായിപ്പോയി. അവർക്ക് റോബർട്ടിനോയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ലജ്ജ തോന്നി. കൊച്ചു പയ്യൻ, എന്നാലും അവനിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണ്? തനിക്ക് ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ തരാനായിട്ടുള്ള തടി കൊണ്ടുള്ള കപ്പാണ് ഉണ്ടാക്കുന്നത്. അതറിഞ്ഞപ്പോൾ അവർക്കതങ്ങ് ലജ്ജ തോന്നി, തങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്ന് തോന്നി. ദേ ടു ഗ്രാൻഡ് ഫാദേഴ്സ് ആം, അവർ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ പിടിച്ചു.
ലെഡ് ഹിം ബാക്ക് ഇൻ ദ ഡൈനിങ് ടേബിൾ, തിരികെ കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ഇടയിൽ ഇരുത്തി. ആൻഡ് സ്റ്റുഡ് നിയർ ഹിം, നടുക്ക നിന്നു. ആൻഡ് ഹെൽപ്പ് ഹിം ആസ് ഹി എയ്റ്റ്സ്, അദ്ദേഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് സഹായിച്ചു. ഫ്രം ദാറ്റ് ടൈം, അന്ന് മുതൽ ഗ്രാൻഡ് ഫാദർ നെവർ ഐറ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ, ഗ്രാൻഡ് ഫാദർ ഒറ്റയ്ക്കിരുന്ന് അവിടെ കഴിക്കേണ്ടി വന്നിട്ടില്ല. ഫ്രം ദാറ്റ് ടൈം, അന്ന് മുതൽ ഗ്രാൻഡ് ഫാദർ നെവർ ഐറ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ, അടുക്കളയിരുന്ന് പിന്നെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നില്ല. ഹീ സാറ്റ് ഇൻ ഹീസ് യൂഷ്വൽ പ്ലേസ്, സാധാരണ പോലെ പഴയ സ്ഥലത്ത് തന്നെയായി. നെക്സ്റ്റ് ദ റോബർട്ടീനോ ഇൻ ദ ഡൈനിങ് റൂം, ഡൈനിങ് റൂമിൽ ചെന്നിരുന്നു. റോബർട്ടീനോ അടുക്കയിരിക്കും. നെക്സ്റ്റ് റോബർട്ടീനോ അടുക്ക ഡൈനിങ് റൂമിലിരുന്നു. റോബർട്ടീനോ വാസ് ഹാപ്പി അഗെയിൻ, റോബർട്ടീനോയ്ക്ക് പിന്നെയും സന്തോഷമായി. ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ, ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ. Robertino realized that his parents too were experiencing the true happiness that love and kindness bring. റോബർട്ടീനോയ്ക്ക് മനസ്സിലായി, he realized that, അവൻ മനസ്സിലാക്കി, that his parents too were experiencing the true happiness. ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും they were experiencing the true happiness, ഇപ്പോൾ ശരിക്കുമുള്ള ഹാപ്പിനെസ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. that love and kindness bring, ആ സ്നേഹവും ആ ദയവും കൊണ്ടുവന്ന ആ സ്നേഹം എന്താണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.